വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. എത്രയോ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഭീതിയാണ് ഈ പുലി ഈ ചീരാൽ നമ്പ്യാർകുന്ന് മേഖലയിൽ വരുത്തിയത്. അത്രമാത്രം വളർത്തുമൃഗങ്ങളെ ഇത് വേട്ടയാടി കൊന്നിട്ടുണ്ട്. വളർത്തു നായ്ക്കളെ, ഒപ്പം തന്നെ ആടുകളെ ഉൾപ്പെടെ ഈ പുലി വേട്ടയാടിയിട്ടുണ്ട്. 5 മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്, 6 എണ്ണത്തിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അത് അടുത്തിടെ കുറെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ പുലിയുടെ അവശ നിലയിലുള്ള പുലിയാണ്. അത് ഈ നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത് അതിർത്തി പ്രദേശമാണ്. വയനാടിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. നിരന്തരം ഇത് പുറത്തിറങ്ങുകയും പട്ടാപകൽ പോലും ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ചീരാൽ മുതൽ അപ്പുറത്തുള്ള തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയുടെ ഭാഗമായ കയ്യൂന്നി വരെയുള്ള മേഖലയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് കല്ലൂരിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഈ പുലി കുടുങ്ങിയത്. കല്ലൂർ ശ്മശാനത്തിന്റെ അടുത്തായി ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിലാണ് ഒടുവിൽ പുലി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ഏതാനും ദിവസങ്ങളല്ല, മാസങ്ങളായി തന്നെ ഈ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖല ഉൾപ്പെടെ വരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ നമ്പ്യാർകുന്നിൽ ഒരു കുട്ടി ഈ വീടിന്റെ കാർപോർച്ചിൽ ഈ പുലി കിടക്കുന്നത് കണ്ടതാണ്. അപ്പോൾ വീട്ടുകാർ ഇറങ്ങി നോക്കിയപ്പോഴാണ് പുലി അവിടെ നിന്നും കടന്നു പോവുകയാണ്. ഇത് അവശ നിലയിലുള്ള പുലിയാണ്. ആളുകൾക്കൊന്നും ഹാനികരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുലി നിരന്തരം ഈ വളർത്തുമൃഗങ്ങളെ വളർത്തുനായ്ക്കൾ, ഒപ്പം തന്നെ ആടുകൾ എന്നിവയൊക്കെയാണ്, അതുപോലെ പശുവിനെ മുറിവേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിച്ചിട്ടുണ്ട്.